പാറശാലയിൽ സംസ്ഥാനത്തിന്റെ കീഴിൽ തൊഴിൽ വകുപ്പിന്റെ കീഴിൽ ഈ തോട്ടിന്റെ തൊട്ടപ്പുറത്തായി കരകൗശല വികസന ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ യാഥാർത്ഥ്യം അറിയട്ടെ. നിങ്ങളുടെ പ്രതിനിധിയോട് ചോദ്യം ചോദിക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ സംസാരിക്കാതെ പറയൂ, മറുപടി പ്രതിനിധി ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ കുറെ കാര്യം പറയാനുള്ള ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ദയവേത് ഈ പറഞ്ഞൊക്കെ ശരിയാണോ? അല്ല, 2-3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. മഹേഷ് ഒരു മിനിറ്റ് മൈക്ക്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പാറശാലയുടെ ഒരു പ്രദേശമായ പരിശോധിക്കലിൽ വളരെ സമാധാനത്തോടു കൂടി ജനാധിപത്യത്തിൽ രീതിയിലൊക്കെ ചർച്ചകൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ നടക്കാൻ കഴിവുള്ളവരാണ് എല്ലാവരും. ആരും അതിൽ മോശമല്ല. അതിൽ 1-2 പേര് പേരുദോഷം ഉണ്ടാവും. എല്ലാവരും അങ്ങനെയൊക്കെ ആവണമെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. 2 കാര്യങ്ങൾ. അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു, വികസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വികസനം മാത്രമല്ല ഇവിടെ ക്ഷേമപ്രവർത്തനം നടക്കുന്നു എന്നുള്ളത്. ക്ഷേമപ്രവർത്തനമാണ് വികസനം എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന വാദം. 2, കേരളത്തിൽ അവർ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇവിടെ BJP സ്ഥാനാർത്ഥികളെ ഒന്നും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷ് എനിക്കൊന്ന് മാഹിയിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് ഇനി വൈകുകയും ചെയ്യും. ചിലപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്നിരിക്കും. അതൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് വച്ചിട്ടല്ല പാറശാലയിലെ വികസന പ്രവർത്തനങ്ങളെ നിങ്ങൾ കൗണ്ടർ ചെയ്യേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും. ഇനി അടുത്തൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം കുറച്ച് കാര്യമായി വികസന പ്രവർത്തനം നടന്ന കാര്യങ്ങൾ സദസ്സിൽ നിന്ന് പറഞ്ഞു. ആശുപത്രികളുടെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വികസനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഒരു കണക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും നോക്കുന്ന സമയത്ത് NHM എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, എല്ലാവർക്കും അറിയാം, നാഷണൽ ഹെൽത്ത് മിഷൻ. അതിൻ്റെ ഭാഗമായിട്ട് 1351 കോടി രൂപ സ്വാഭാവികമായിട്ടും കേരളത്തിന് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും നവീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലുകൾ നവീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് ചോദിച്ചത്, ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം? നമ്മളൊരു 10 വർഷം ഭരിച്ചതിന് ശേഷം എന്താണ് ഈ നാട്ടിൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ 1-2 ബിൽഡിങ്ങുകളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഹോസ്പിറ്റൽ എന്തിനാണ്? ആത്യന്തികമായി മരുന്ന് കൊടുക്കുക, ചികിത്സ കൊടുക്കുക, ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, അവിടെ OP സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണല്ലോ ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ ഹോട്ടൽ നിർമ്മിക്കുന്നത് പോലെ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുന്നത് പോലെ കെട്ടിടം കെട്ടുക എന്നുള്ളതല്ലല്ലോ ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തം. പാറശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ അപര്യാപ്തതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം 10 വർഷത്തിനിപ്പുറവും പരിഹരിച്ചിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്നിവിടെ സൂചിപ്പിച്ചല്ലോ, ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് മരുന്ന് കുറച്ച് കിട്ടുന്നു എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലാകാലങ്ങളുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് വലിയ സംഭവമായിരിക്കാം. പക്ഷേ നമ്മുടെ ഈ ചർച്ച നടത്തുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര എന്ന് പറയുന്നിട്ട് ഒരു ഷോപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഈ ഷോപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ ഇൻസുലിനൊക്കെ വളരെ വില കുറച്ച് അവിടെ കിട്ടുന്ന സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ആരുടെയും സംവിധാനമില്ലാതെ നടപ്പിലാക്കിയിട്ടുണ്ട്. മരുന്നുകൾ വില കുറച്ച് കിട്ടുന്ന സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അടുത്ത് സൂചിപ്പിക്കാം. അതെ, ക്വാളിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് കേരളത്തിലെ ഹോസ്പിറ്റലിനകത്ത് കത്രിക വയറ്റിനകത്ത് കയറ്റി വിടുന്നത്. ക്വാളിറ്റിയുള്ള കത്രികയായിരുന്നു വയറ്റിനകത്ത് കയറ്റി വെച്ച് വിട്ടത്. 2, ഇത് തീർന്നില്ല. ഈ ഗ്ലൗസ് ഉണ്ടല്ലോ, ഗ്ലൗസ് മുറിവിലേക്ക് കെട്ടുമ്പോൾ മുറിച്ച് ഗ്ലൗസ് വെച്ച് മുറിവിൽ കെട്ടിവിട്ടു. ക്വാളിറ്റിയുള്ള ചികിത്സയാണ്. ഞാൻ എല്ലാവരും ആക്ഷേപിക്കുന്നൊന്നുമില്ല, എല്ലാം മോശമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശരിയായ നിലവാരത്തിലേക്ക് ഉയരണമെന്ന അഭിപ്രായമാണ് താഴരുത്. ഞാൻ സൂചിപ്പിക്കാം. 2, ഇവിടെ സൂചിപ്പിച്ചു ഈ നമ്മളെ ജനപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൊടുത്തു എന്നുള്ളതാണ്. 6 മാസം പെൻഷൻ കൊടുക്കൂല. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള എല്ലാ പെൻഷനും ഒരുമിച്ച് കൊടുക്കും. അതായത് 6 മാസവും 1 വർഷവും കൊടുക്കാതിരുന്ന പെൻഷൻ ഒരുമിച്ച് കൊടുക്കുന്നത് വികസനത്തിൻ്റെ നേട്ടമാണ്. ഇവിടെ ഒരു പദ്ധതി ഞാൻ പറഞ്ഞു തരാം. വിഷുവിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അവസരം സൂചിപ്പിക്കാം. നിങ്ങൾ എന്തിനാണ് എന്താ പറയുന്നൊന്നും ഇഷ്ടാവുന്നില്ലേ? സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അസ്വസ്ഥമായതുകൊണ്ട് കാര്യമില്ല. കേരളത്തിൽ പെൻഷൻ മുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുടങ്ങിക്കിടന്ന പെൻഷൻ ഒരുമിച്ച് കൊടുത്തത് വലിയ നേട്ടമായി ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ സ്കൂളുകളിൽ 10 വർഷത്തിന് മുമ്പ് കേരളത്തിൽ CPM ഇല്ലായിരുന്ന, ഇവിടെ VS അച്യുതാനന്ദൻ മോശമായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമായിരുന്ന,
അത് പറയണം. നിങ്ങൾ ഇതെല്ലാം മോശമായിരുന്നു. ഞങ്ങളുടെ വാദത്തോട് പൂർണ്ണമായും LDFന്റെ സഹോദരന്മാർ യോജിക്കുകയാണ്. കേരളത്തിൽ 10 വർഷത്തിന് മുമ്പും ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത്. 10 വർഷത്തിന് മുമ്പ് ഈ പാറശാലയുടെ MLA ആയി ഇവിടെ LDFന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ഇന്ന് കോൺഗ്രസിലൊക്കെ പോയിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങന്റെ ഭാഗമായിട്ടൊക്കെ. സെൽവരാജ് ഇവിടെ MLA ആയിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കൾ മറക്കരുത്. അപ്പോ ഇതെല്ലാം ഈ നാട്ടിൽ നിങ്ങൾ ഭരിച്ച് മുടിച്ച് നാടിനെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളം അല്ല. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഹരിയാനയിൽ 3000 രൂപ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആൾ പോരാഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കുന്ന ആൾ പോരാഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഇരിക്കാം. നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന രേഖകളിൽ എത്ര വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട്? ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. 3000 രൂപയാണ് ആന്ധ്രാപ്രദേശിലും ഹരിയാനയിലും ഒക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു തന്നെ അതല്ല, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. മുടക്കമില്ലാതെ ഇന്നും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, 2000 രൂപ വെച്ചിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷക ജനവിഭാഗങ്ങൾക്ക് 1 രൂപ മുടക്കമില്ലാതെ ഒരു വർഷം 6000 രൂപ കൊടുക്കുന്ന നട്ടലുള്ള സർക്കാരിന്റെ പേരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇവിടെ MLA ഉണ്ടായിട്ടല്ല, ഇവിടെ MP ഉണ്ടായിട്ടല്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കൃത്യമായി ജനങ്ങളിൽ കക്കാതെ, ചന്ദനം മുറിച്ചുകൊണ്ട് പോയതുപോലെ അല്ല, ഹോസ്പിറ്റലിന്റെ പെയിന്റ് അടിക്കാൻ വന്നവന്റെ കടം വാങ്ങിച്ചതുപോലെ അല്ല. ഈ പറഞ്ഞല്ലോ പാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ 10 വർഷം ഭരിക്കുമ്പോൾ ഞാൻ ഇവിടെ MLA ആയിരിക്കുമ്പോൾ ഇത്ര ലക്ഷം ആളുകൾക്ക്, ഇത്ര ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം ഈ നാട്ടിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. 2 സംരംഭം തുറന്നു, ഒരു പേപ്പർ ഫാക്ടറി തുറന്നു, അതിനു വേണ്ടിയിട്ട് എല്ലാ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു, ഇന്ന് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു തയ്യൽ ഫാക്ടറി തുറന്നു, അതിനുവേണ്ടി സർക്കാരിൻ്റെയും ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവരുടെ സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പാറശാലയിൽ ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങി, ഒരു ഫാക്ടറി തുടങ്ങി. അതിൻ്റെ അവസ്ഥ എന്താണ്? സ്ത്രീകളുമില്ല, ജോലിയുമില്ല, സംവിധാനവുമില്ല. കുടുംബശ്രീക്കാർ വീണ്ടും നരേന്ദ്രമോദിജിയുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി വീണ്ടും ജീവിക്കുന്ന സാഹചര്യം ഈ നാട്ടിൽ. അതുകൊണ്ട് കോവി തോൽപ്പിച്ചാലും പ്രകടനം നടത്തിയാലും പ്രതിഷേധിച്ചാലോ സത്യമല്ലാതാവുകയേയില്ല. വികസനമാണ് ഒന്ന്.